അയ്യോ അയ്യോ, എന്തൊരു വയറ്റ് വേദന, എനിക്ക് സഹിക്കാൻ വയ്യായേ ഡോക്ടറെ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോക്ടറെ ഒന്ന് കാണണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ. എന്താ പ്രശ്നം? അതെ, പോടാ പ്രാന്ത. അയ്യോ ഡോക്ടറെ, പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? എന്നെ രക്ഷിക്കണേ. കേസ് ഓഫ് ഹാലുസിനേഷൻ കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണണം. വയറുവേദന സഹിക്കാൻ വയ്യ. അവൻ തൊഴിക്കണു, പറഞ്ഞൂടെ കളിയാ. ഞാൻ ഒരു കുതിരയെ വിഴുങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ ഡോക്ടറെ. ഇന്നാളൊരു പട്ടി വിഴുങ്ങിന്ന് പറഞ്ഞു. അതെന്നെ കടിച്ചിട്ടാ. ഞാൻ വിട്ടുകൊടുക്കുവോ? പുറകെ ഓടി, ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റ ഇരിപ്പിടി വിഴുങ്ങി. അയ്യോ, കുതിര മുതിര തിന്നുന്നു. അയ്യോ, അവൻ വീട്ടിൽ ചവിട്ടുന്നു. എന്താ തന്റെ പേര്? ബർണിംഗ് ഡിസയർ. അതൊരു കുതിരയുടെ പേര്. അളിയൊരു കുതിരപ്പന്തി നടക്കുന്നിടത്തായിരുന്നു ജോലി. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ടൊരു ചവിട്ട് കിട്ടി. അന്ന് തുടങ്ങിയതാ. എന്തിനാ കുതിരയെ വിഴുങ്ങിയത്? അതെ, വീടളിയ കാര്യം പറയട്ടെ. അതെ, കഴിഞ്ഞ റേസിന്റെ തലേ ദിവസം ഞാൻ എന്റെ ബർണിംഗ് ഡിസയറിനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. 2 തവണ അടുപ്പിച്ച് ജാക്ക്പോട്ട് വിൻ ചെയ്തവനാ. ഹാട്രിക് ഹാട്രിക്. അപ്പോഴാണ് സിൽവർ സ്ട്രീക്ക് പാഞ്ഞു വരുന്നത്. അവന്റെ ഡിസയറിന്റെ സ്ഥിരം ശത്രുവാ മാരിയപ്പന്റെ കുതിര. ഡോക്ടർക്ക് അറിയില്ലേ? അവൻ എന്റെ ഡിസയറിനെ കൊല്ലാൻ വന്നു. ഞാൻ വിടുവോ? അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ വിഴുങ്ങൽ. ഇപ്പൊ റേസിന്റെ ടൈമാ. പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വയറ്റി കിടന്ന് ഓടുക. ഞാൻ ഛർദ്ദിച്ചു നോക്കി, അപ്പിട്ട് നോക്കി, എന്നിട്ട് പുറത്തു വന്നില്ല. പുറത്തേക്ക് വരുന്നില്ല. കള്ളൻ. ഡോക്ടർ, അവൻ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കോ? ശരി, ഞാൻ നോക്കട്ടെ. വീടാളിയ കേക്കുന്നില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഡോക്ടർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തേക്കാം. ഓപ്പറേറ്റ് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. കുതിര തൊഴിൽ നിർത്തി വാലിട്ടടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിമ മതി. കുതിര വയറിന്റെ ചുവരുമേ നക്കുന്നു. ഇക്കിളി ഓപ്പറേഷൻ തിയേറ്റർ. അയ്യോ ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. വേദനയുണ്ടോ? ഇല്ല. ഓപ്പറേഷൻ ചെയ്ത് ജീവനോട് തന്നെ ഞാൻ ആ കുതിരയെ പുറത്തെടുത്തു. എന്നിട്ട് എവിടെ? റേസിന് പോയോ? ഇതാണോ? അല്ല അല്ല, ദാ നിൽക്കുന്നു, കണ്ടോ? അത് കറുത്ത കുതിരയല്ലേ? ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാ. അത് വയറ്റിനകത്ത് കിടന്ന് കളർ മാറിയതാ. ഇല്ല, ഇപ്പോഴും അത് വയറ്റിൽ തന്നെ ഉണ്ട്. അത് വയറ്റിൽ കിടന്ന് ഓടുന്നു. എന്നെ കൊണ്ട് ഓടാൻ പോകുന്നു. അയാളെ പിടിക്കേ, അയാളെ പിടിക്കേ. എനിക്ക് ചാകണം. എന്റെ അടുത്ത് വന്നോര്. എനിക്ക് ചാകണം, എനിക്ക് ചാകണം, ചാകണം. എല്ലാരും കൂടെ ഓടിപ്പാൻ എന്റെ പറയും വരുന്നത്. ആറ്റുപറ്റി കത്തിച്ചപ്പോ മനുഷ്യനെ ചാകാൻ സമ്മതിക്കൂലേ? കൊല്ലിഞ്ഞാൻ. ഇതെന്താ എന്നെ ഭ്രാന്ത് ഓടിപ്പിക്കലടാ. മാറുക, കൊല്ലിഞ്ഞാൻ. ചാകണം. എനിക്ക് ചക്രവാണി എന്തായി കാണിക്കുന്നത്? അങ്ങോട്ട് മാറിക്കൂ, മാറിക്കൂ, മാറിക്കേ. ഒരാളെ മരിക്കാൻ സമ്മതിക്കട്ടെ. അയാൾ മരിക്കുന്നേ മരിക്കട്ടെ. അങ്ങോട്ട് മാറിക്കണം. അയാളെ തുടരുത്, അയാളെ തുടരുത്. ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാ. നമുക്ക് ഒരുമിച്ച് മരിക്കാം അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാണ്. നിങ്ങൾ അങ്ങോട്ട് മാറിക്കണം. ഒരാളെ മരിക്കാൻ സമ്മതിക്കില്ലേ? ഇങ്ങനെ പക്ഷേ എനിക്ക് മരിക്കാൻ എന്റെ കയ്യിൽ ഒരു കത്തി ഇല്ലല്ലോ. കത്തി ഞാൻ തരാം. സഹോദരൻ ആദ്യം മരിക്കും. ഞാൻ ആദ്യം മരിക്കാം അല്ലേ? പക്ഷേ
ഇന്ന് മരിക്കാൻ പറ്റിയ ദിവസമല്ല, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നമുക്ക് അടുത്ത ശനിയാഴ്ച മരിക്കാം. ശനിയാഴ്ച അല്ല അപ്പൊ ഇന്ന് മരിക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത ശനിയാഴ്ച. അടുത്ത ശനിയാഴ്ച മറക്കരുത്, പറ്റിക്കരുത് സഹോദര, ഞാൻ കാത്തിരിക്കും. മറക്കല്ലേ? ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ച. Yes, come in. Sit down. എ കേസ് ഓഫ് സൈക്കോസിസ് റിലേറ്റഡ് ടു പ്രൊഫഷൻ. സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. 3 കൊല്ലം ഇവിടെ. സൈലൻസ്. അടിച്ച് രണ്ടിന്റെയും തുടപൊട്ടിക്കും ഞാൻ. ഇവിടൊക്കെ കറങ്ങി നടക്കാതെ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോടാ. അവന്റെ ഒരു നടത്താം. മിനി, ഡാഡി മമ്മി വന്നു ഡോക്ടർ? കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? Sit down. എത്ര നേരം ഇവരോട് പറയുന്നു എന്റെ ഉടുപ്പൊക്കെ ഒന്ന് എടുത്തു തരാൻ. ഒരു ചീപ്പ് വെച്ചിട്ട് തരുന്നില്ല. എന്റെ മുടി കിടക്കുന്ന കണ്ടോ? നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. എക്സാം എടുത്തപ്പോൾ ഒരു എ കേസ് ഓഫ് ആങ്സൈറ്റി ന്യൂറോസിസ്. ഞാൻ റെഡിയായി. പോകാം അങ്കിൾ. Stand up. പോകാം പോകാം പോകാം. കാർ വരട്ടെ. പോകാം മോള് പോകാം ഡോക്ടർ കൊണ്ടുപോവാ. പോകാം പോകാം പോകാം. ഷീ ഈസ് ദ പെറ്റ് ഓഫ് ദിസ് ഹോസ്പിറ്റൽ. എ കേസ് ഓഫ് ഡെലൂഷൻ. ഷേക്സ്പിയറൻ ഡ്രാമയിലെ ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരം. എന്താ പേര്? What? വാട്ട്സ് യുവർ നെയിം? My name? Desdemona. ഇതാരാണെന്ന് അറിയാമോ? Othello. Oh, my dear Othello, the heavens forbid, but that our loves and comforts should increase even as our days to grow. I mean to that sweet powers. I cannot speak enough of this content. It stops me here too much of joy. Oh, Othello! Hey. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ബോംബെക്ക് പുറപ്പെടുന്ന 48-ാം നമ്പർ ജയന്തി ജനതാ എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കകം 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു ചേരുന്നതാണ്. പാസഞ്ചേഴ്സ്, യുവർ അറ്റൻഷൻ പ്ലീസ്. നമ്പർ 48 ജയന്തി ജനതാ എക്സ്പ്രസ് ടു ബോംബെ will be arriving at platform number 2 shortly. മറികടക്ക് ട്രാക്കിൽ കൂടെ നടക്കാതെ. ട്രെയിൻ വരാൻ നേരായി. ഇനി ട്രെയിനെങ്ങാനും വന്നങ്ങിടിച്ച് ചത്താല് അയ്യോ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടാ. സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. കുറെ കാലമായി ഇവിടെ. അതെ, ഇതുവരെ സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ല. തരാം. തരുവോ? തരാം. ഇയാളെ പോലെ കള്ളം പറയില്ലല്ലോ? ഇല്ല, വരണം. തീർച്ചയായും. പുതിയ ഡോക്ടറാണല്ലേ? ആ. ഡോക്ടർ വരുമെന്ന് അറിഞ്ഞു. യുവർ ഗുഡ് നൈം പ്ലീസ്. സണ്ണി ജോസഫ്. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ആം ഡോക്ടർ ജയറാം. ആ. ഞാനും മെഡിസിന് 10 വർഷം പഠിച്ചതാ. ഉം. ഡോക്ടർ FIC ആണല്ലേ? അതെ. ഇവിടെ അങ്ങനെ കുഴപ്പക്കാരായ പേഷ്യൻസ് ഒന്നുമില്ല. ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ, ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ റൂമിൽ ഒന്ന് ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ശരി. ആ, ഡോക്ടറെ ഒരു മിനിറ്റ്. സ്നേഹം കൊണ്ട് പറയാണ്, ആ ഡോക്ടർ ഉണ്ടല്ലോ, അയാളുടെ കൂടെ നടക്കണ്ട. അയാളുടെ തലക്ക് വട്ടാ, ചിലപ്പോ പകരും. ഓക്കെ. മതി മതി നിർത്ത്. ഇവിടെ ശരിയാവില്ല. എന്നെ ചൈനയിലേക്ക് അയക്കുവോ? ആ അയക്കാം. ഇരിക്കാം. നമസ്കാരം സാർ. ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ. എനിക്കല്പം മനസമാധാനം തരൂ. ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ. എനിക്കല്പം മനസമാധാനം തരൂ. അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മനസ്സറിഞ്ഞ് കുശാലായിട്ട് ഒന്നും ഉണ്ണണമെങ്കിൽ ഇങ്ങനെ തുശനില മുറിച്ചു വെച്ചു തുമ്പപ്പൂൻ ചോറ് വിളമ്പി ആശിച്ച കറികളെല്ലാം ഇങ്ങനെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ 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 ഇവന് നാടിനോട് സ്നേഹമുണ്ട്. എന്റെ മരുമോനല്ലേ, മണ്ണിന്റെ മണം പാരമ്പര്യമായിട്ട് കിട്ടാണ്ടിരിക്കോ? നീ കഴിക്ക്. ഞാനില്ല ഇവിടെ. കുഞ്ഞച്ചനൊന്നും മിണ്ടാതിരുന്ന് കഴിക്കുന്നുണ്ടോ? കണ്ട, എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അപ്പൊ എന്റെ മെക്കിട്ട് കയറും. ഞാൻ ഒറ്റന്നടിയായി പോയില്ലേ? ഇവരുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ മാത്യുച്ച? ഏതായാലും ഇത്രയും വൈകിയില്ലേ? ആനയുടെ എക്സാം കൂടെ തീർന്നോട്ട്. എന്താ സണ്ണി? നടത്തുകയാണെങ്കിൽ പരുമല പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് നടത്തണം. കല്യാണവും പെരുന്നാളും കൂടി കൂട്ടി ഇതേ ഇങ്ങനെ കുഴക്കാൻ ഞാൻ സമ്മതിക്കില്ല. കല്യാണം വേറെ, പെരുന്നാൾ വേറെ. പെരുന്നാൾ വേറെ, കല്യാണം വേറെ. ഇത് രണ്ടും വെവ്വേറെ. കുഞ്ഞച്ചൻ വേഗം കഴിച്ചിട്ടൊന്ന് എണ്ണീറ്റേ. ഞാൻ സമ്മതിക്കില്ല പെങ്ങളെ. പ്രദർശനം പന്തലിന് തുടങ്ങിയ
തെക്കേ അങ്ങാടി വഴി ഇറങ്ങിയിട്ട് വലിയ അങ്ങാടിയിൽ കേറിയാ മതി. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഏട്ടഞ്ഞാ എനിക്ക് വെട്ടുപോത്തിന്റെ സ്വഭാവ. എന്താ അല്ല എന്നാ പിന്നെ കൈ കാണണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അയ്യടാ നീ ഇവിടെ എന്തെടുക്കുവാ? സണ്ണി ചായ ചോദിച്ചിട്ട് നേരെ നിന്റെ ഇംഗ്ലീഷ് ഒന്നും എന്നോട് പറയണ്ട. ഇങ്ങോട്ടാ. മൈ ഡിയർ മമ്മിച്ചി, എനിക്ക് ഈ സൈക്കാട്രിസ്റ്റിൽ മുമ്പിൽ ചെല്ലാൻ ഭയങ്കര പേടിയാ. അതെന്താ? അവര് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാം പുറത്തു വരും. എവറിത്തിങ് ഈസ് കം ഔട്ട്. നമുക്കും ഇല്ലേ മമ്മിച്ചി ചിലരെ രഹസ്യങ്ങൾ? നീ ഇതുകൊണ്ട് കൊടുക്ക. അല്ല, ഞാൻ കൊടുക്കണോ മമ്മിച്ചി കൊടുക്കണോ? കൊണ്ട് കൊടുക്കടാ. ഓക്കെ മമ്മിച്ചി. Would you like to have some cheese, sir? എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇതിലേക്ക് ഒഴുക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. സോറി സർ. നീ ആര് വാസ്കോഡിയാമയുടെ കൊച്ചുമോനോ? മലയാളത്തിൽ പറയടാ. ഐ ആം റിയലി സോറി സർ. അയ്യടാ സർ, ടീ. What do you prefer for dinner, sir? Any continental, Chinese, Indian or Kerala style kanji and pyro chowmandi? കഞ്ഞിയും പയറും മതി. Okay, sir. ഇവൻ ആളത്ര ശരിയല്ല. ഒരു കള്ളലക്ഷണം ഉണ്ട്. മുഖത്ത് നോക്കി സംസാരിക്കാത്തവരെ വിശ്വസിക്കാൻ പറ്റില്ല. മുഖത്ത് നോക്കടാ, ഇവിടെ നോക്കടാ. മാർക്കറ്റിൽ പോകുമ്പോഴാണ് കണ്ടത്. അറിയാതെ നോക്കിപ്പോയി. അപ്പോഴവിടെ ചിരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പേര് വെച്ചത്. ആദ്യം പറഞ്ഞില്ല. Then I asked again and again. അപ്പൊ നാൻസി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഐ ലവ് യു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ലാതെ എനിക്ക് ആരോടും പ്രേമമൊന്നുമില്ല. ഇവനാള് മോശമില്ലല്ലോ. ഇവൻ പെണ്ണുപിടുത്തക്കാരനാ. ഇവന് വീട്ടിലെടുത്താൻ കൊള്ളത്തില്ല. ഇപ്പൊ തന്നെ പറഞ്ഞോട്. വീട്ടിൽ കൂടെ പോടാ. സണ്ണി, ഇപ്പൊ തന്നെ ഇവനെ കണക്കാക്കി തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ഇങ്ങനെയുള്ളൊരു വീട്ടിലെടുത്താൻ പറ്റില്ല. എന്നിട്ട് കുഞ്ഞച്ചൻ എവിടെ നിൽക്കും? അതെങ്ങനെ ഞാൻ നിൽക്കുക? നിങ്ങളുടെ എസ്റ്റേറ്റ് മർമ്മൊക്കെ വേറെ ആരും നോക്കും? ഇപ്പൊ തന്നെ അവിടെ എന്തൊക്കെയാ നടന്നിട്ടുള്ളത് ആർക്കറിയാം? തേങ്ങ വെട്ടിയിട്ടില്ല, അടയ്ക്ക പറിച്ചിട്ടില്ല. ഒരു യഥാർത്ഥ കൃഷിക്കാരന്റെ ദണ്ണം അമേരിക്കയിലും ആഫ്രിക്കയിലും നമുക്ക് മനസ്സിലാവോ? കൃഷിക്കാരന്റെ വേദന വേദന തന്നെയാ. തുടങ്ങിയോ രാവിലെ തന്നെ വലിച്ചു കയറ്റാൻ? തുടങ്ങി. എന്തെങ്കിലും കാരണം കിട്ടിയാ അപ്പൊ എന്റെ മെക്കിട്ട് കയറും. ഞാൻ ഒറ്റന്നരിയായി പോയില്ലേ? സണ്ണി, വീട് പൂട്ടിക്കെട്ടി ഇവിടെ നിന്നിട്ട് ഒരു സമാധാനവും ഇല്ല. ഞങ്ങള് നാളെ അങ്ങ് പോട്ടെ മോനെ. അമ്മച്ചി കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി. അവിടെ ചെന്നാലും ഒറ്റയ്ക്കല്ലേ? അത്രയ്ക്ക് സഹതാപം ഉണ്ടെങ്കിലേ വേഗം ആ പെണ്ണിനെ കെട്ടി അമ്മച്ചിയുടെ കൂടെ നിർത്ത്. അപ്പൊ അമ്മച്ചിക്ക് ഒരു സഹായാവും. അതൊന്നും വേണ്ട. പെണ്ണ് കെട്ടി നീ ഇവിടെ അങ്ങ് സുഖമായിട്ട് ജീവിച്ചാ മതി. അമ്മച്ചിക്ക് അതല്ലാതെ വേറെ ആഗ്രഹമൊന്നുമില്ല. ഇതുവരെ സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ലല്ലേ? ഇല്ലെന്നേ. ഫ്ലാഗ് ഇല്ലാത്ത കാരണം ഇന്നലെ ഒരു ഗുഡ്സ് ഇവിടെ നിർത്താതെ പോയി. ക്രോസിംഗ് ആയിരുന്നേ. KK എക്സ്പ്രസുമായി കൂട്ടിയിടിച്ച് 650 പേർ മരിച്ചു. പേപ്പറിൽ വായിച്ചില്ലേ? ഇല്ല, രാവിലെ വായിച്ചില്ലേ. ഇനി അന്വേഷണ കമ്മീഷൻ വരുമ്പം എന്നെ കുറ്റം പറയും. ഇനി സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ലെന്ന് വെച്ച് ഒരു ട്രെയിനും കൂട്ടിയിടിക്കണ്ട. ഇതാ ഇതെന്താണോ പ്രാന്തന്മാരെ പോലെ? ഇത് കേട്ട എന്റെ തലക്ക് ഭ്രാന്ത് പിടിക്കൂലോ? അല്ല, എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കണം. ഇവന്മാരുടെ തലക്കൊക്കെ ഭ്രാന്താണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ഡോക്ടർമാരല്ലേ? ഇത് ശരിയാവൂല. നമ്മളെ കമ്പനി ശരിയാവൂല. ഇത് തുടങ്ങിയെന്നാ തോന്നണേ. പകരും അയ്യോ, പാമ്പ് പാമ്പ് ഓടിയോ, പാമ്പ് പാമ്പ് എന്നെ കൊന്നു കൊന്നു ഓടിയോ. അയ്യോ പാമ്പ്, അയ്യോ എനിക്ക് പേടിയുണ്ട്. അയ്യോ ഓടിയോ, ഓടിയോ, പാമ്പ് പാമ്പ്, അയ്യോ പാമ്പ്. എവിടെയാണ് പാമ്പ്? ഇവിടെ, അവിടെ ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നെ ശിശുന്നും പറഞ്ഞ് 2 പ്രാവശ്യം വിളിക്കുകയും ചെയ്ത്. ഇനി ഞാൻ നോക്കിയിട്ട് കാണാണ്ടായിരിക്കുമോ? ചേച്ചി ഒന്ന് തുറന്നു നോക്കിക്കേ, ഭാഗ്യത്തിനുണ്ടെങ്കില. എന്റെ പൊന്നു മോനെ, നിന്റെ വിളച്ചിലൊന്നും എന്നോട് വേണ്ട കേട്ടോ. ഇന്നാള് ഇതേപോലെ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് ഇത് തുറപ്പിച്ച് ഇറങ്ങി ഓടിയോനല്ലേ നീ? അത് പഴയ പാമ്പല്ലേ, ഇത് പുതിയ പാമ്പ്. ജമിനെ വിളിക്കുന്നു. അങ്ങനെ വിളിച്ചു വരുത്തി കൊത്താനാണെങ്കിൽ പാമ്പ് കടിച്ച് നീ ചാവട്ടെ. എനിക്ക് വേറെ ജോലി. പാമ്പല്ല, ഞാനാണ്. ഒരു കാര്യം പറയട്ടെ, എന്നെ ഇവിടുന്ന് തുറന്നു വിട്ടാലേ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാം. എടാ, ഇത്തിരി വെള്ളം താണോ? എത്ര നേരമാണോ വെള്ളം ചോദിക്കണേ? വെള്ളം ചോദിച്ചു മനുഷ്യന് നിനക്ക് ഭ്രാന്ത് പിടിക്കുമല്ലോ. ഇത്തിരി വെള്ളം തരൂ, ദാഹിച്ച് തൊണ്ട പൊട്ടും.
ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. താങ്ക് യു. എന്തിനാ ഇങ്ങോട്ടൊക്കെ വരാൻ പോയത്? കത്തി കിട്ടിയ നമുക്ക് ചാവണ്ടേ? ആ ഗ്ലാസിങ് വാങ്ങി. ആ ഗ്ലാസ് ഇതാ. ഇതുവരെ ഉറങ്ങിയില്ലേ? അതെങ്ങനെയാ? മദ്രാസ് മെയിൽ പാസ് ചെയ്യാനുണ്ട്. 45 മിനിറ്റ് ലേറ്റാ. ലേറ്റോ? എന്തായി പറയുന്നത്? ആ വണ്ടി ക്യാൻസൽ ചെയ്തു. റേഡിയോയിൽ ന്യൂസ് ഉണ്ടായിരുന്നു. ഓ അത് ശരി. ഇനി വെളുപ്പിന് 5 മണിക്ക് ഒരു പാസഞ്ചറേ ഉള്ളു പോകാൻ. ആ അതുവരെ സുഖമായിട്ട് കിടന്നുറങ്ങാം. സുഖമായിട്ട് കിടന്നുറങ്ങാം. സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ല. തരാം. അല്ല, സിഗ്നൽ കാണിക്കാൻ ഒരു ഫ്ലാഗ് കിട്ടിയില്ല. തരാം തരാം. അതെ, ഒരു റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോ സിഗ്നൽ ഫ്ലാഗ് ഇല്ലെങ്കിൽ വണ്ടി നിർത്താതെ പോവില്ലേ? അതുകൊണ്ടാ 10 മിനിറ്റിന് മുമ്പ് KK നിർത്താതെ പോയി. അങ്ങനെ പല വണ്ടികളും. ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിയിടിച്ചാ പിന്നെ എന്നെ കുറ്റം പറയാം. ഇല്ല കിടന്നുറങ്ങണം. ശരി, ഗുഡ് നൈറ്റ്. ഭഗവാനെ. മോനെ, ഞാൻ ആ രേഷ്മ കൊച്ചിന്റെ മുറിയിലേക്കൊന്ന് പോവണേ. കണ്ടില്ലെങ്കിൽ വീട്ടിലേക്ക് അറിയിച്ചേക്കണേ. സിസ്റ്ററെ, ഒന്ന് എന്റെ കൂടെ വരാമോ? എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ ഔസേ പുണ്യാളാ, ഞാൻ ജീവനോടെ തിരിച്ചു വന്ന ഒരു കൂട് മെഴുതിരി മേടിച്ച് കത്തിച്ചേക്കാവേ. മോളെ, ഇന്ന് എലിയായിട്ടാണോ പുലിയായിട്ടാണോ അവതാരം? മോളെ, രണ്ട് ഇരട്ടടക്കം 8 മക്കളെ എനിക്ക്. അവർക്ക് തള്ളിയില്ലാണ്ടാക്കല്ലേ. കെട്ടിയോൻ തളർവാദം പിടിച്ച് കിടക്കാണ്. അങ്ങേരെ വിധവയാക്കല്ലേ. മോളെ, മോളൊന്ന് എണീറ്റേ വാ. ഞാൻ ഈ ഷീറ്റൊക്കെ ഒന്ന് മാറ്റട്ടെ. നല്ല കുട്ടിയല്ലേ? മെല്ലെ മെല്ലെ. ആ, ഇവിടെ നിൽക്കിട്ടാ. അനങ്ങല്ലേ. നല്ല കുട്ടിയല്ലേ? എനിക്ക് പണി ഉണ്ടാക്കല്ലേ. ഇന്നലെ ഓർക്കാപ്പുറത്തായതുകൊണ്ടാ. അല്ലെങ്കിലേ എനിക്കും ചില മർമ്മൊക്കെ അറിയാം. മർമ്മം നോക്കി ഞാൻ പിടിച്ചാ പിന്നെ മത അളകി നിൽക്കണ ആന വരെ മൂക്കൊണ്ട് കർത്താവേ. മോള് പക്ഷെ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. അയ്യോ പോയാ ഓടല്ലേ കുഞ്ഞെ, എന്റെ കർത്താവേ. എടേ ചന്ദ്ര, ഇതൊന്നും പിടിക്കണ. അയ്യോ മോളെ ഓടല്ലേ, നിക്ക്. എന്റെ ഈശോയെ എവിടെ പോയി? എന്നെങ്കിലും ഒരിക്കൽ നക്ഷത്രങ്ങളുടെ ആ ലോകത്ത് നിന്ന് മോളെ കാണാൻ അമ്മച്ചി വരൂ. ഒരിക്കൽ, ഒരിക്കൽ മാത്രം. നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. വരൂ വരൂ മോളെ. വെളിച്ചം കണ്ടിട്ട് തള്ള കിടന്ന് അലർന്നു. നീ ആ കഥ അടച്ചേക്കണ. ഹായ് കുഞ്ഞച്ചനെങ്കിൽ. ഹായ് മമ്മിജി. ഹൗ ഈസ് യുവർ ജേർണി? ദേ ആ സാധനങ്ങളൊക്കെ എടുത്താത്തോണ്ട് വെച്ചേ. വലിയ ഇംഗ്ലീഷ് ഒന്നും ഞങ്ങളോട് വേണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഐ ആം സോറി അങ്കിൾ. ഓടെ ചെക്കാടുന്ന വരുന്ന വിവരത്തിനൊന്ന് വിളിച്ചു പറഞ്ഞുവിടായിരുന്നു അമ്മച്ചി. ശരിക്ക് തോർത്ത് തലയിൽ വെള്ളം താഴണ്ട.
കുളിച്ച് ബന്ധിങ്ങി കഴുത്തിലിട്ട് പ്രാന്തന്മാരെ ജ്ഞാനസ്നാനം ചെയ്യിക്കാൻ നടന്നോ? ഇതിലൊന്നുമില്ലേ? വന്ന് കേറുന്നതിന് മുമ്പ് എന്താ കുഞ്ഞച്ചായത്? കണ്ട എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുക എന്റെ മെക്കെട്ട് കയറാൻ. ഞാൻ ഒറ്റാന്തടിയായി പോയില്ലേ? ഒറ്റാൻ തടിയായിട്ട് നടക്കാൻ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? അല്ലേ അമ്മച്ചി? നല്ല പ്രായത്തിൽ അതിനുള്ള ബുദ്ധി തോന്നിയില്ല. അത് തന്നെ. എങ്ങനെ തോന്നാനാ? ചിന്ത മുഴുവൻ മറ്റേതല്ലേ? ഏത്? ഇത് തന്നെ. അങ്ങനെ എനിക്ക് പെണ്ണ് കെട്ടാനുള്ള യോഗം ഉണ്ടായില്ല. അതിന് യോഗം ഉള്ളവർ അതങ്ങോട്ട് ചെയ്യോ? അതും ചെയ്യില്ല. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു എവിടത്തെ ന്യായാണെന്ന് ഞാൻ ചോദിക്കണേ. ആനിയുടെ പരീക്ഷ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ നമുക്ക് ഉടനെ ഇതങ്ങ് നടത്താം. മാത്യുച്ചിനെ കണ്ട് തീയതി തീരുമാനിക്കാനും കൂടിയാ ഞങ്ങൾ ഓടിപ്പടഞ്ഞു വന്നത്. എന്താ സണ്ണി? അമ്മച്ചി എന്താന്ന് വെച്ചാ തീരുമാനിച്ചാ മതി. എന്താ നിനക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. അല്ല എന്തോണ്ട്? ഒന്നുമില്ലെന്നേ. കണ്ടറിയാം എന്തോണ്ട്? ഒന്നുമില്ലെന്നേ. തുറന്നു പറയടാ. മക്കളുടെ മനസ്സ് പഠിച്ച തള്ളമാർക്കറിയാം. പറമോനെ. പെടച്ചാലും ശരി പെടച്ചില്ലെങ്കിലും ശരി പരിമല പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് ഈ കെട്ട് നടക്കണം. ഇത് രണ്ടും കൂടി കൂട്ടി കുഴക്കാൻ ഞാൻ സമ്മതിക്കില്ല. പരിമല പള്ളിയിലെ പെരുന്നാള് കഴിഞ്ഞ മാസം കഴിഞ്ഞു. ആണോ പെങ്ങളെ? ഫ്രെഡി എനിക്കിത് അയക്കണു. ആ ക്ലാസ് എടുത്തേ. Sunny Joseph weds Annie Matthew. We cordially invite your presence with family on the occasion of our marriage on Sunday 29th March. നിനക്കൊരു തന്തയുണ്ട്. ഈ ഞാന് നാട്ടു നടപ്പനുസരിച്ച് അപ്പന്റെ പേര് വെച്ചാ കല്യാണക്കുറി അടിക്കുന്നത്. ഇതേ ഞങ്ങളുടെ പേഴ്സണൽ ഇൻവിറ്റേഷൻ കാർഡാ. ഡാഡിക്ക് വേണമെങ്കിൽ ഡാഡിയുടെ പേര് വെച്ച് വേറെ കാർഡ് അടുപ്പിച്ചോളൂ. അതിന് ഞാൻ വേറെ കല്യാണം കഴിക്കണമല്ലോ. ആര് കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. കുറിയുടെ അടിയിൽ ഉപചാരപൂർവം മടത്തിപ്പറമ്പിൽ കുഞ്ഞു കുഞ്ഞു ചാക്കോ എന്ന് അടിച്ചിരിക്കണം. അതാരാ? ഇതുവരെ മനസ്സിലായില്ല? നയം തന്നെ. അപ്പോ ബ്രാക്കറ്റിൽ അവിവാഹിതം കൂടെ അടിക്കണമല്ലോ. പെങ്ങളെ ഒറ്റാന്തടിയാന്ന് വെച്ചിട്ട് വാരരുത്. ഡോക്ടർ ഇവിടെ വന്നിരിക്കുകയാണല്ലേ? എത്ര നേരം ഞാൻ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നു. വന്ന് എന്താ രേഷ്മയെ കാണിക്കുന്നത്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലേ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ വന്നേ. ഞാൻ ഇവിടെ അല്പം ബിസിയാണ്. രേഷ്മ പോവും, ഞാൻ അങ്ങോട്ട് വരാം. നോ, ഇപ്പൊ തന്നെ വരണം. എന്താ രേഷ്മ? Come on, please. It's so funny. ഞാൻ ഇത്ര നേരം ചിരിക്കായിരുന്നു. ഡോക്ടർ ഒന്നൊന്ന് കാണണം. മമ്മിയുടെ ബ്രേക്ക് ഡാൻസ് നമ്മുടെ ഡെസ്റ്റിമോണയുടെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാ. എല്ലാരും ഉണ്ട് അവിടെ. മമ്മി തകർക്കുക. വേഗം വാ. രേഷ്മ എന്തായി കാണിക്കുന്നത്? ഹോസ്പിറ്റലിലേക്ക് പോ. ഇല്ല, ഞാൻ ഡോക്ടറെ കൊണ്ടേ പോവും. Come on. രേഷ്മ ഡോണ്ട് ബി സിലി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നടക്കരുതെന്ന്? ഞാൻ ഡോക്ടറെ കാണാനല്ലേ വന്നത്. പേഷ്യന്റിനെ കാണാൻ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പൊ കണ്ടാ മതി. രേഷ്മയ്ക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഹോസ്പിറ്റലിലേക്ക് പോവാൻ.